സാർ, ഇപ്പോൾ ഇറാൻ കയറി ഇസ്രായേലിനെ ചൊറിഞ്ഞതോടുകൂടി നേരിട്ടുള്ള ആക്രമണം ഇറാനും ഇസ്രായേലും തമ്മിലായി. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് ശേഷം അവരുടെ മതാചാര്യനായ ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം ഒരു പള്ളിയിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുകയും മറ്റ് ആളുകളെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ പുറത്തിറക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ പൊതുശത്രു എന്ന് പറയുന്നത് ഈ ജൂതന്മാരാണ്, ഇസ്രായേലികളാണ്. അതുകൊണ്ട് നമ്മൾ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വംശജരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. ആക്ച്വലി ഇവർ ഷിയാക്കളും ബാക്കിയുള്ളവരൊക്കെ സുന്നികളുമാണ്. അപ്പോൾ ഇവർ ഈ ആയത്തുള്ള അലി ഖമനേയിക്കെതിരെ ഈ ഇറാനിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ നിലകൊള്ളുന്നുണ്ട്, ഈ മത നിലപാടുകളെ അംഗീകരിക്കാത്തവർ. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ നമുക്കൊപ്പം കൂടി നിൽക്കണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ അവർ കൂടെ വരുമോ? ഇല്ല, വരില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ഇറാനും സൗദി അറേബ്യയും തമ്മിലും വലിയ മത്സരം. ഇറാന് ഇസ്ലാമിക ലോകത്തിൻ്റെ നേതാവാകണമെന്നുണ്ട്, സൗദി അറേബ്യയ്ക്കും ഇസ്ലാമിക ലോകത്തിൻ്റെ നേതാവാകണമെന്നുണ്ട്. അതാണ് ഒരു മത്സരം. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയാകളുടെ ഏറ്റവും വലിയ സ്ഥലമാണ് ഇറാൻ. അതേപോലെ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ സുന്നികളുടെയും മൊത്തം മുസ്ലിങ്ങളുടെയും ഏറ്റവും പവിത്ര നഗരങ്ങളായ നമ്മുടെ മെക്കയും മദീനയും അതിൻ്റെ കസ്റ്റോഡിയൻസ് അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഇസ്ലാമിക ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ ഒരു ടെൻഷൻ ഇവർ തമ്മിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വിത്തിൻ കൺട്രോളായിരുന്നു. പ്രത്യേകിച്ച് ഇറാനിലെ ഷാ ഉണ്ടായിരുന്നപ്പോൾ അതൊന്നും വലിയ പ്രശ്നമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞത് 1979-ലാണ്. ആയത്തുള്ള റൂഹുള്ള ഖൊമേനി ഫ്രാൻസിൽ നിന്നും ഈ ഇറാനിൽ വന്ന് ഇറങ്ങിയോടുകൂടി ആൾക്കാരങ്ങ് ഇളകി അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട പോലെ ഉണ്ടല്ലോ. അവരൊരു ഉന്മാദ ലഹരിയിലായിരുന്നു. അദ്ദേഹത്തെ ഈ ആയത്തുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് ഗോഡ് എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തെ അവർ കണ്ടിരുന്നു. എന്തോ ദൈവിക ശക്തിയുള്ളൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ ഇറാനിൽ അന്നത്ര ആൾക്കാർ കണക്കാക്കിയിരുന്നത്. അത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം വന്നപാടെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ഈ ഷിയകളുടെ ഈ ഇസ്ലാമിക് റവല്യൂഷൻ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിന്. ഇറാനിൽ ഒതുക്കി നിർത്തരുത്, ഇതെല്ലായിടത്തും വ്യാപിപ്പിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ 1979 ഇദ്ദേഹം വന്നപാടെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അതിലൊരെണ്ണം ഈ ഡൈനാസ്റ്റി രാജവംശം ഉണ്ടല്ലോ, ഓരോ ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഭരിക്കുന്ന പോലെ രാജവംശങ്ങൾ അനിസ്ലാമികമാണ്, ഇസ്ലാമിക് റൂൾസിനനുസരിച്ചുള്ളതല്ല, രാജവംശമല്ല ഭരിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജവംശങ്ങൾ തന്നെ പ്രത്യേകിച്ച് അമേരിക്കൻ സപ്പോർട്ടോടുകൂടി നിലനിൽക്കുന്ന പല രാജവംശങ്ങളുണ്ട്. ഇപ്പോൾ ഇറാനിൽ പണ്ട് ഷാ ഉണ്ടായിരുന്ന കാലത്ത് അതായിരുന്നു കേസ്. അവരെ എത്രയും വേഗം തൂത്തുവാരി കളയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് സൗദി അറേബ്യക്കാണ്. കാരണം സൗദിയും അമേരിക്കയായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഒരിക്കലും ഒരു പ്രശ്നമില്ല, വളരെ ലോഹ്യത്തിലാണ് കഴിയുന്നത്. അപ്പോൾ ഈ ആയത്തുള്ള പറഞ്ഞതനുസരിച്ച് ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി അന്നത്തെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആദ്യമേ തെറിപ്പിക്കേണ്ടത് ഈ പറയുന്ന സൗദി രാജവംശത്തെയാണ്. അപ്പോൾ അവർക്കത് സഹിക്കില്ലല്ലോ. അതുകൂടാതെ അവിടെ മെക്കയിലേക്ക് ഒരു ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ ഇറാൻകാർ അവിടെ ഈ ആയത്തുള്ള ഖൊമൈനിയുടെ പടമൊക്കെ വെച്ചിട്ട് അവിടെ ഒരു പ്രകടനമൊക്കെ നടത്തി. അത് സൗദി അറേബ്യയിലാണെങ്കിൽ ഭയങ്കര നിയന്ത്രണമുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ തന്നെ പട്ടാളം ഇറങ്ങി ഫയറിങ് നടന്നു. 100 കണക്കിന് ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടു. അത് ഇറാന് ഈ സൗദി അറേബ്യയോട് ഭയങ്കരമായ വൈരാഗ്യം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ശല്യം അനുഭവിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. അതായത് അവരുടെ പ്രോക്സീസ് ഉണ്ട് യമനിൽ, ഹൂത്തികൾ എന്ന് പറയുന്നത്. അവരെപ്പോഴും ഇങ്ങനെ റോക്കറ്റ് വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യക്ക് വലിയ ദോഷം ചെയ്തു. സൗദിക്ക് അത് അവരുടെ ഓയിൽ ഇൻസ്റ്റലേഷനിൽ എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവനും സപ്ലൈ ചെയ്യുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ മേധാവിത്വം അംഗീകരിക്കണം, ബാക്കിയുള്ളവർ ഒതുങ്ങി നിന്നാൽ മതി എന്നുള്ള മട്ട് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്. ഇറാൻ നേരിട്ട് ആക്രമണമല്ല. അപ്പോൾ അതുകൊണ്ട് അത് പക്ഷേ ഈ സൗദി അറേബ്യ അത് ശക്തമായിട്ട് ചെറുത്ത് നിൽക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തു. ഫലത്തിൽ 1.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഈ ഹൂത്തികളുടെ ആക്രമണം. ഈ ഹൂത്തി ആൻഡ് സൗദി തമ്മിലുള്ള അടിയിൽ മെയിൻലി മരിക്കുന്നത് യമനിൽ തന്നെയാണ്. കാരണം സൗദി അറേബ്യ കൊണ്ടുപോയി ബോംബങ്ങ് ഇടാണ്. അപ്പോൾ ഒരുപാട് പേര്, അപ്പോൾ ഒരു 1.5 ലക്ഷം പേരെങ്കിലും അതിലും മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സൗദി അറേബ്യക്ക് ഈ ഗാസയിൽ കുറച്ച് പേര് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ 1.5 ലക്ഷം മരണങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യേണ്ട സാഹചര്യം ഉള്ളപ്പോൾ ഒരു കാരണവശാലും ഇറാനോട് അവർക്ക് സിമ്പതി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് സൗദി അറേബ്യയുടെ കേസ്. പിന്നെ ഇപ്പോൾ ഇറാഖിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇറാഖിലെ സദ്ദാം ഹുസൈനുള്ള കാലത്ത് സദ്ദാം ഹുസൈൻ സുന്നിയായിരുന്നു. അപ്പോൾ ഈ ഇറാനിലെ ഷാ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങേര് അവിശ്വാസിയാണ്, ഈസ് ആൻ ഇൻഫിഡൽ എന്നാണ് പറഞ്ഞിരുന്നത്.
അതുകൊണ്ട് അയാളെയും തേച്ച് മാച്ച് കളയണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനായിട്ട് ഇറാഖ് എന്ന് ഇറാനെ ആക്രമിച്ചത്. അത് 8 വർഷമായിട്ട് നീണ്ടുന്നു ആ യുദ്ധം. അപ്പോൾ ആ ഇറാഖിലെ സുന്നികളുടെ കണ്ടീഷൻ അതാണ്. പിന്നെ ഇതിലൊക്കെ സഹിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് സിറിയയിലാണ്. സിറിയയിൽ അവിടെ ബഷർ അൽ ആസാദ് ഷിയ ആണ്, അവിടുത്തെ ജനങ്ങൾ സുന്നിയാണ്. മോർ ദാൻ 75% ഓഫ് ദി പോപ്പുലേഷൻ സുന്നിയാണ്. അവർ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നടന്ന സമയത്ത് ഈ പറയുന്ന ബഷർ അൽ ആസാദിനെ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ബഷർ അൽ ആസാദിൻ്റെ അച്ഛനുണ്ടായിരുന്നു ഹാഫിസ് അൽ ആസാദ്. ഇവർ രണ്ടുപേരും കൂടി അരനൂറ്റാണ്ടിൽ കൂടുതലായി ഇപ്പോൾ അവിടെ ഭരിക്കുന്നു. പക്ഷേ അവിടുത്തെ ജനം സുന്നിയാണ്. അവർ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാണ്, ഷിയാക്കൾക്കെതിരെ, അല്ലെങ്കിൽ ഷിയ ഭരണാധികാരിയാണ് ഇവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾക്കെതിരെ മല്ലടിക്കാനായിട്ട് ഇറാൻ അവരുടെ റവല്യൂഷണറി ഗാർഡ്സിനെ വിട്ടായിരുന്നു. അപ്പോൾ ആ റവല്യൂഷണറി ഗാർഡ്സ് വന്നു കഴിഞ്ഞിട്ട് ഇവരെപ്പോഴും ഫൈറ്റിംഗ് നടന്ന് മോർ ദാൻ 5 lakh പീപ്പിൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മോർ ദാൻ 5 lakh പീപ്പിൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മജോറിറ്റി സുന്നിയാണ് ഈ കൊല്ലപ്പെടുന്നത്. കാരണം അവരാണല്ലോ ബാഷറിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 ലക്ഷം പേർ അവിടെ മരിച്ചിട്ടുണ്ട്, 10 ലക്ഷമെങ്കിലും ഇഞ്ചറി പറ്റിയിട്ടുണ്ട്, കുറേ നാട് വിട്ടു പോയിട്ടുണ്ട്, എല്ലാവർക്കും വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ IS ആ കാലത്ത് വന്നത്. ISനെ സപ്പോർട്ട് ചെയ്യായിരുന്നു സൗദി അറേബ്യ ആയിരുന്നു. ഈ കാരണങ്ങളുണ്ട്. അത്രയ്ക്ക് ഇറാനെയും കൊണ്ട് അവർ മടുത്തു. പിന്നെ ഹിസ്ബുള്ളയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയോട് ഈ സുന്നികൾക്ക് യാതൊരു താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നികൾ ആയ സിറിയക്കാരെ ആക്രമിക്കാനായിട്ട് റവല്യൂഷണറി ഗാർഡ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട് പോയിരുന്നത് ഹിസ്ബുള്ളയാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ നേതാവ് നാസറുള്ള അങ്ങേരെ എല്ലാവർക്കും ആദ്യം വലിയ ബഹുമാനമായിരുന്നു, ഒരു മുസ്ലിം ഹീറോ എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷേ ഈ സിറിയയിൽ പോയി അദ്ദേഹം ഇടപെട്ട് അവിടെ സുന്നികൾ കൊല്ലപ്പെടണം കണ്ടു കഴിഞ്ഞപ്പോൾ പതുക്കെ ഇദ്ദേഹത്തോടുള്ള എല്ലാ താല്പര്യവും പോയി. ഒരു സുന്നി കൺട്രിയിലും ഇദ്ദേഹത്തിൻ്റെ പേരിലൊരു സങ്കടവും പ്രകടിപ്പിക്കുന്നില്ല. അതാണ് അവസ്ഥ. കാരണം ഹിസ്ബുള്ളയെ അവർക്ക് മടുത്തു. ഹിസ്ബുള്ള അവർ ഇറാൻ പറയുന്നതിന് താളത്തിനൊത്ത് തുള്ളുന്നൊരു പാർട്ടിയാണ്, അവരെ കൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് അവരുടെ ഇംപ്രഷൻ. അത് തന്നെയല്ല അവിടെയുള്ള സുന്നികളെ കൊല്ലുന്നൊരു പാർട്ടി എന്നുള്ള രീതിയിലേ കാണുന്നുള്ളൂ. അപ്പോൾ ഹിസ്ബുള്ളയോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഏകദേശം കണ്ടല്ലോ. പിന്നെ യമനിലെ ഹൂത്തികളോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് കണ്ടു. പിന്നെ സിറിയയിൽ അതേപോലെ അവിടെ ഈ റവല്യൂഷണറി ഗാർഡ്സും ഹിസ്ബുള്ളയും കൂടി കൊണ്ടുവന്നിട്ട് കാട്ടിക്കൂട്ടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ സിറിയയിലെ കാര്യം കഴിഞ്ഞു. പിന്നെ ബാക്കി ഇറാഖിലാണെങ്കിൽ അവിടെ മജോറിറ്റി ഷിയാണ്. പക്ഷേ സദ്ദാം ഹുസൈൻ്റെ കാലത്തൊക്കെ അദ്ദേഹം സുന്നിയായിരുന്നു. അദ്ദേഹം ഈ ഷിയകളെ ഒതുക്കി വെച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ദിവസവും അവർ തമ്മിൽ നല്ലപോലെ അടി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ ആണെങ്കിലും ഷിയകളെ ശത്രുക്കളായിട്ട് സുന്നികൾ കാണുന്നുള്ളൂ, അറബികൾ കാണുന്നുള്ളൂ ഈ പാർട്ടീസിനെ. പിന്നൊരു സ്ഥലം ബഹ്റിനാണ്. ബഹ്റിനിൽ അവിടെ ഷിയ മജോറിറ്റിയാണ്. പക്ഷേ അവിടെ ഭരിക്കുന്ന രാജാവ് സുന്നിയാണ്. അപ്പോൾ എപ്പോഴും ഷിയകൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഷിയകൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഹ്റിൻ രാജാവ് ഉടനെ സൗദിയുടെ സപ്പോർട്ട് നോക്കും. അപ്പോൾ സൗദി അവരുടെ സുന്നി ആർമീനെയോ പോലീസിനെയൊക്കെ അങ്ങോട്ട് വിടും. അതെ. അപ്പോൾ ഈ ബഹ്റൈനിലെ ഷിയകളുടെ വിപ്ലവം അവർ നിന്ന് നന്നായിട്ട് ഫയറിങ് നടത്തി. ആ ഫയറിങ്ങിൽ അത് വിപ്ലവോടെ ഒരുവിധം സമാധാനമാവും. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തെയും കേസ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഒന്നുകിൽ സുന്നി രാജവംശം അല്ലെ സുന്നി രാജാവ് അല്ലെ ഭരണാധികാരി വരുന്നു, ഷിയക്കാർ കൂടുതൽ ജനങ്ങൾ വരുന്നു, അല്ലെങ്കിൽ തിരിച്ചു വരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നു. അപ്പോൾ സിറിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോഴുള്ള ഭരണാധികാരി ബഷർ അൽ ആസാദ്, അദ്ദേഹത്തിൻ്റെ ഫാദർ ബഷർ അൽ ആസാദ് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ അവിടുത്തെ ആർമിയുടെ ചീഫായിരുന്നു. അങ്ങേര് ഇങ്ങനൊരു പട്ടാള വിപ്ലവം നടത്തിയിട്ടാണ് അധികാരം പിടിച്ചെടുത്തത്. പക്ഷേ അധികാരം പിടിച്ചെടുത്ത് ഒരുപക്ഷെ ഒരു ഷിയായ പട്ടാള മേധാവി ആക്കണത് അദ്ദേഹത്തിന് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും, ലോക്കൽ ആൾക്കാരുടെ. പക്ഷേ അവൻ അധികാരം പിടിച്ചെടുത്തു. പിന്നെ അതിനുശേഷം ഇന്നേ വരെ അത് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ മോർ ദാൻ ഹാഫ് എ സെഞ്ചുറി ആയി. അപ്പോൾ ഇതേപോലെ ഓരോ സ്ഥലത്തും സംഭവിക്കുന്ന ഇതാണ്. പിന്നെ ഇറാഖിലാണെങ്കിൽ ഇപ്പോൾ അവിടെ ഷിയ നിയന്ത്രണത്തിലാണെങ്കിലും അവിടെ ഒരു സ്ഥലമുണ്ട് കർബാല എന്ന് പറഞ്ഞിട്ട്. കർബാല അത് അവരുടെ പുണ്യനഗരമാണ്. എല്ലാ വർഷവും മുഹറത്തിൻ്റെ സമയത്ത് 10-50 പേര് എക്സ്പ്ലോഷനിൽ മരിക്കും. അത് നിർബന്ധം പോലെയാണ്. എല്ലാ വർഷവും മുടക്കമില്ലാതെ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പല അനുഭവങ്ങൾ സൗദി അറേബ്യക്കുള്ളതുകൊണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ ഈ അൻവർ സാദത്തിൻ്റെ കൈവെട്ടി കളയണമെന്ന് പറഞ്ഞ ആളാണ്
ഈ പറയുന്ന ഇറാനിലെ റൂഹുള്ള ഖൊമൈനി, ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി അൻവർ സാദത്തിൻ്റെ കൈ വെട്ടിക്കളയണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പട്ടാളത്തിൽ നിന്ന് തന്നെ ഒരാൾ വെടിവെച്ച് വന്നു. പിന്നെ യു എ ഇ ആണെങ്കിൽ അമേരിക്കയായിട്ട് വളരെ ലോഹ്യത്തിലാണ്, ഇപ്പോൾ ഇസ്രായേലായിട്ട് അങ്ങേയറ്റം ലോഹ്യമാണ്. അവർ ഒരുമിച്ച് ബിസിനസ്സുകൾ പലതും അവിടെ തുടങ്ങാൻ പോകുമായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ കൊണ്ട് യാതൊരു ഉപദ്രവമില്ല. അങ്ങോട്ട് കയറാൻ ചെന്നില്ലെങ്കിൽ അവർ 1 ഇഞ്ച് ഭൂമിയോ 1 സെന്റിമീറ്റർ ഭൂമി പോലും അവരെടുക്കുക ശല്യം ഒന്നുമില്ല. അവരുടെ കാര്യം നോക്കുന്നു. ഈജിപ്റ്റായിട്ടാണെങ്കിലും സമാധാനത്തിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ സമാധാനത്തിൽ ഇസ്രായേൽ കഴിയുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ അവർ ഭൂമി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അവരുടെ കയ്യിലിരിക്കും. അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നിട്ട് ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അറബികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാൻ ഒറ്റയടിക്ക് ഇസ്രായേലിനെ അടുത്ത് തീർത്തു എന്ന് വിചാരിച്ചു. അടുത്തത് അടി അവർക്കാണ് കിട്ടുന്നത്. ആർക്ക്? ഈജിപ്തിനും സൗദി അറേബ്യയ്ക്കും UAE-ക്കും ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമില്ല ഈ ഇറാൻ അങ്ങനെ വലുതായിട്ട് സ്ട്രോങ് ആകുന്നതിൽ. മാത്രമല്ല ഈ മുഹമ്മദ് ബിൻ സൽമാനെ പോലെയുള്ള രാജകുമാർ പുതിയ തലമുറയൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ നിലപാട് കുറച്ചുകൂടെ സ്വതന്ത്രമായിരിക്കും. അപ്പോൾ ഈ ആത്മീയ നേതാവിൻ്റെയൊക്കെ കാര്യങ്ങൾ അവരംഗീകരിക്കണമെന്നില്ല. ആത്മീയ നേതാവ് ഇങ്ങനെ വലിയ ഉടുപ്പൊക്കെ ഇട്ട് നിന്നുകൊണ്ട് ആയത്തുള്ള മീൻസ് ദി സൈൻ ഓഫ് ഗോഡ്. അദ്ദേഹത്തിൻ്റെ അവർക്കിപ്പോൾ വിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആകെ പ്രത്യേകത ഇങ്ങനെ ഒരു നീണ്ട ഉപ്പായൊക്കെ വേറെ ഒന്നുമില്ല. യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ നെതന്യാഹു ഒക്കെ ഭയങ്കര സർവീസ് ഉള്ളതാണ് ആർമിയിൽ. അതേപോലെ അദ്ദേഹത്തിൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ കമാൻഡറായിരുന്നു. അങ്ങേരാണ് എൻ്റെ പേന്ന് വിമാനം തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആൾക്കാരെ രക്ഷപ്പെടുത്തി. അപ്പോൾ അവരുടെ രക്തത്തിൽ ആ ഹീറോയിസ് ഉണ്ട്. ഇത് വെറുതെ ഉടുപ്പിട്ട് നിന്ന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സൗദി അറേബ്യ മാത്രമല്ല, ഇപ്പോഴത്തെ ഈ സൽമാൻ രാജകുമാരൻ, മുഹമ്മദ് ബിൻ സൽമാൻ അല്ലെങ്കിൽ MBS രാജകുമാരൻ എന്ന് പറയുന്ന ആള്, അങ്ങേര് വളരെ പ്രോഗ്രസീവാണ്. അങ്ങർക്ക് ഈ പറഞ്ഞ വിശ്വാസത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സൗദി അറേബ്യ വിളിച്ചു പറയുമ്പോൾ വഴങ്ങുന്ന ആളല്ല. അത് തന്നെയല്ല, അദ്ദേഹം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു. അവിടെ സിനിമ ഒക്കെ ഇപ്പം എല്ലാവർക്കും അതിന് സൗകര്യം കൊടുത്തു. ഈ പർദ്ദ ഫുൾ ഇടണമെന്നുള്ള നിർബന്ധത്തിന് ഡ്രസ്സിങ്ങിൻ്റെ ഒക്കെ മാറ്റി. മാത്രമല്ല ഒരു സൗദി സ്ത്രീ കുറച്ചാൾ മുമ്പ് സ്പേസിലേക്ക് യാത്ര ചെയ്തായിരുന്നു. അത്രയ്ക്ക് ഫ്രീഡം ഫ്രീഡമുള്ളതാണ്. ഇന്നലത്തെ മാധ്യമത്തിൽ ആ സ്ത്രീയുടെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്ത് വലിയൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന സൗദിയിൽ നിന്ന് പോയ സ്പേസ് ട്രാവൽ നടത്തിയ ആളെ പറ്റി. അപ്പോൾ അത്രയും പുരോഗമന ചിന്താഗതിയുള്ള ആളാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഓർ MBS. അപ്പോൾ അവർക്കൊന്നും ഇദ്ദേഹം നമ്മുടെ വിളിച്ചു പറഞ്ഞാൽ വലിയ ഇഫക്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഇസ്രായേലിൻ്റെ മുമ്പിലൊന്ന് ആളാകാൻ വേണ്ടി പറയുമായിരിക്കും, നമ്മുടെ പൊതുശത്രു എന്ന് പറയുന്നത് ഇസ്രായേലാണ്, നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ ഈ അറബ് രാജ്യങ്ങൾക്ക് ഈ ഖമേനെയി എന്ന് പറയുന്ന ആളിനോട് തീരെ താല്പര്യമില്ലെന്നല്ലേ വ്യക്തമാകുന്നത്. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രോക്സിസ് മുഴുവനും ശരിക്കും സൗദിനെയും അല്ലെങ്കിൽ സിറിയയിലെ സുന്നികളെയൊക്കെയാണ് ഈ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹമാസായിട്ട് പ്രശ്നം വന്നപ്പോഴാണല്ലോ ഇസ്രായേലായിട്ട് നേരിട്ടുള്ള കൺഫ്രണ്ടേഷൻ. അതർവൈസ് സുന്നികളാണ് ഇവരുടെ ആക്രമണം മുഴുവനും സഹിച്ചിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹെസ്ബുള്ള ആയാലും അല്ലെങ്കിൽ ഹൂത്തി ആയാലും അല്ലെങ്കിൽ സിറിയയിൽ വന്ന് നിൽക്കുന്ന അവരുടെ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് ആയാലും അല്ലെങ്കിൽ ബഹ്റൈനിലൊക്കെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ഫൈറ്റ് നടക്കുന്ന മുഴുവനും സുന്നികളായിട്ടാണ്. അപ്പോൾ ഇസ്രായേലിന് പിന്തുണയാണ് ശരിക്കും പറയാം സൗദി UAE ബഹ്റിനും ഒക്കെ ഉള്ള പോലെ രാജ്യങ്ങൾ. ആദ്യത്തെ ഒരു ആക്രമണം ഉണ്ടായിരുന്നല്ലോ ഏപ്രിലിൽ, ഇറാൻ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ സൗദി അവരുടെ ടെറിട്ടറി അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് കൂടെ പോണതൊക്കെ അവർ തട്ടിക്കളയായിരുന്നു. അതേപോലെ തന്നെയാണ് ജോർഡൻ അത് പറഞ്ഞു, ഇവിടേക്ക് വന്ന ചില പ്രൊജക്ടൈൽസ് നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നാടിനെ രക്ഷിക്കാനൊന്നുമല്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യായിരുന്നു. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ജോർഡന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ സൗദി അറേബ്യ ഇതൊക്കെ തട്ടിക്കളഞ്ഞെങ്കിലും അങ്ങനെ അത് പൊതുവേദിയിൽ പറഞ്ഞില്ല. പക്ഷേ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിമ്പതി ഇപ്പോൾ ഇസ്രായേലിനോടാണ്. അത് തന്നെയല്ല, അവർ യോജിച്ച് ഭയങ്കര ബിസിനസ്സുകളൊക്കെ നടത്തുകയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണ്, WU എന്നും പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. I എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇന്ത്യ, WU എന്ന് പറഞ്ഞാൽ UAE USA. എന്നിട്ട് അവർ അവിടെ റോഡ് നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇന്ത്യ ആയിട്ട് യോജിച്ച് അങ്ങേ ഗൾഫിലേക്ക് റോഡ് മാർഗം സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള അറേഞ്ച്മെൻറ്റ്സ് അങ്ങനത്തെ ബിസിനസ് ലൈനിലേക്ക്. പലരും പറഞ്ഞിരുന്നത് ഈ UAE-യും ഇസ്രായേലുമായിട്ട് അടുക്കുന്നു,
അവർ തമ്മിൽ ചില ട്രീറ്റി അതും ഇതൊക്കെ ഒപ്പിടുന്നു. അപ്പോൾ അതോടുകൂടി പതുക്കെ പതുക്കെ സൗദിയും ഈജിപ്തും ഒക്കെ അങ്ങോട്ട് കൂടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ അവരെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഈ ഹമാസിനെ കൊണ്ട് ആക്രമിപ്പിച്ചതെന്ന് അങ്ങനെ ഒരു റൂമർ ആ ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഇസ്രയേലിന് പരിപൂർണ്ണ പിന്തുണയാണ് ഈ പരോക്ഷമായും പ്രത്യക്ഷമായും അറബ് രാജ്യങ്ങൾ നൽകുന്നത്. ഈ കമനയുടെ വാക്കിനൊന്നും വലിയ വില അവർ കൊടുക്കുന്നില്ല. കമനയുടെ വാക്ക് വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.